ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൻ്റെ ഗണിതശാസ്ത്ര ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പാർട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ 2 ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്ന് 3ാമത്തെ ക്ലാസ്സിൽ ആൾജിബ്ര ഓഫ് ദി സീക്വൻസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ആൾജിബ്ര ഓഫ് എ സീക്വൻസ്. ഒരു ശ്രേണിയുടെ എങ്ങനെയാണ് ബീജഗണിത രൂപം എഴുതുക എന്നാണ് ഇന്ന് പറയുന്നത്. എക്സാമ്പിൾ ബോഡി നോക്കുക. കൺസിഡർ ദ സീക്വൻസ് 5, 10, 15, 20 എക്സെട്ര. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ദ മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണ്. 5ൻ്റെ ഗുണിതങ്ങളുടെ ഒരു ശ്രേണിയാണ് 5, 10, 15, 20 എക്സെട്ര എന്ന് പറയുന്നത്. ഈ ശ്രേണിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ശ്രേണിയുടെ ഓരോ സംഖ്യ ശ്രേണിയുടെ പദങ്ങൾ എന്ന് പറയും. ദ നമ്പർ റിട്ടേൺ ഇൻ എ സീക്വൻസ് ഇസ് കോൾഡ് ഇറ്റ്സ് ടേംസ്. ഒരു ശ്രേണിയിലെ സംഖ്യകളെ ആ ശ്രേണിയുടെ പദങ്ങളെന്ന് പറയുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 5, 10, 15, 20 എന്ന് പറയുന്നതിൽ ശ്രേണിയുടെ പദങ്ങളെ നമ്മൾ x1, x2, x3, x4, x എന്ന് പറയും. 1ാം പദം, 2ാം പദം, 3ാം പദം, 4ാം പദം, 5ാം പദം എക്സെട്ര എന്ന തുടർച്ചയായ പദങ്ങളെ x1, x2, x3, x4, x5 എക്സെട്ര എന്ന് പറയും. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 1ാം പദം, x2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം 2ാം പദം, x3 എന്ന് പറഞ്ഞാൽ തേർഡ് ടേം അല്ലെങ്കിൽ 3ാം പദം, x4 എന്ന് പറഞ്ഞാൽ 4ാം പദം അല്ലെങ്കിൽ ഫോർത്ത് ടേം ആണ്. അപ്പോൾ ഈ ശ്രേണിയുടെ ഫസ്റ്റ് ടേം 5, സെക്കൻഡ് ടേം 10, തേർഡ് ടേം 15, ഫോർത്ത് ടേം 20. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ദി മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണ്. 5ൻ്റെ ഗുണിതങ്ങളുടെ ശ്രേണിയാണ്. അപ്പോൾ 1ാമത് 5 എന്ന് പറഞ്ഞാൽ 5 into 1, സെക്കൻഡ് ടൈം 10ന് 5 into 2, തേർഡ് ടൈം 15ന് 5 into 3, ഫോർത്ത് ടൈം 20 എന്ന് പറഞ്ഞാൽ 5 into 4. അത് 5, 5 into 1, 10, 5 into 2, 15, 5 into 3, 20, 5 into 4. 5ൻ്റെ ഗുണിതങ്ങളാണ് മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഈച്ച് ടേം ഈസ് 5 times ഇറ്റ് പൊസിഷൻ. ഓരോ പദവും അതിൻ്റെ സ്ഥാനത്തിൻ്റെ 5 മടങ്ങാണ്. ഓരോ പദവും അതിൻ്റെ പൊസിഷൻ്റെ 5 മടങ്ങ്. അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ ദ ആൾജിബ്ര ഓഫ് എ സീക്വൻസ്? ഒരു സീക്വൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ശ്രേണിയുടെ ബീജഗണിതം എന്ന് പറയുന്നത് ആ ശ്രേണിയുടെ പദങ്ങളും അതിൻ്റെ പൊസിഷനും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഒരു ശ്രേണിയുടെ പദങ്ങളും അതിൻ്റെ സ്ഥാനവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ശ്രേണിയിലെ പദങ്ങളുടെ ബന്ധവും എണ്ണൽ സംഖ്യ n-ഉമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതാണ് ഒരു ശ്രേണിയുടെ ആൾജിബ്ര. The algebra of a sequence means that it is a relation between the terms of the sequence and the natural number n. എണ്ണൽ സംഖ്യ എന്നോട് സൂചിപ്പിക്കാം. n എന്ന് പറഞ്ഞാൽ 1, 2, 3 എക്സെട്രയാണ്. അപ്പോൾ എണ്ണൽ സംഖ്യ 1, 2, 3 എന്ന എണ്ണൽ സംഖ്യയുമായി ഒരു ശ്രേണിയിലെ പദങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതിനെ ഒരു ശ്രേണിയുടെ ആൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളാണ്. ഇത് 5ൻ്റെ ഗുണിതങ്ങളുടെ ശ്രേണിയാണ്. എണ്ണൽ സംഖ്യ ഓരോ എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ 5ന് ഓരോ എണ്ണൽ സംഖ്യ ഗുണിക്കുമ്പോൾ ഓരോ പദങ്ങൾ ഓരോ സ്ഥാനത്തെ പദങ്ങൾ കിട്ടും. അപ്പോൾ ഇവിടെ x1, x2, x3, x4 1ാം പദം, 2ാം പദം, 3ാം പദം, 4ാം പദം 1, 2, 3, 4. 5നെ 1, 2, 3, 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഓരോ പദങ്ങൾ കിട്ടുന്നു. അപ്പോൾ 5ൻ്റെ ഗുണിതങ്ങളുടെ ശ്രേണിയിൽ ഓരോ പദവും അതിൻ്റെ എത്രാം സ്ഥാനത്ത് പദമാണോ ആ സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ കൊണ്ട് 5നെ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ യൂസിങ് ആൾജിബ്ര the nth term equal to 5 into n, 5n. nth termine we can write the n term as xn equal to 5n. അപ്പോൾ nth term എന്ന് പറയുന്നതാണ് ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം. nth term can be known as the algebra of a sequence. It can be written as xn, and here
the algebra of the given sequence is 5n. It is because it is the multiple of 5. 5ന്റെ ഗുണിതങ്ങളായ 5n. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇതൊന്നും ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതാതെ ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുന്നത് എങ്ങനെയെന്ന് ഞാൻ പറയുന്നു. How can we write the algebra of some sequences are going to explain. അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ പറയാം. സെക്കൻഡ് എക്സാമ്പിൾ 3, 6, 9, 12 etc. നമുക്കറിയാം, ഞാനിവിടെ വളരെ പെട്ടെന്ന് ഉത്തരം എഴുതുന്നു. 3, 6, 9, 12, 3, 6, 9, 12 etc. എന്ന് പറയുന്ന ശ്രേണി നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 3. ഇത് 3ന്റെ ഗുണിതങ്ങളുടെ ഒരു ശ്രേണിയാണ്. ഇത് 3ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി ആയതുകൊണ്ട് 3 × 1 3, 3 × 2 6, 3 9, 3 4 12. 3നെ അതിൻ്റെ പൊസിഷൻ നമ്പർ കൊണ്ട്, സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ആ നമ്പർ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്ര അല്ലെങ്കിൽ എക്സൻ, ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ, അത് എക്സൻ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എക്സൻ ഈക്വൽ ടു 3n എന്ന് വിതിൻ നോ ടൈം നമ്മൾക്ക് എഴുതാം. ഒരു സമയവും കളയേണ്ട ആവശ്യമില്ല. 3ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി ഇത് സൂചിപ്പിക്കുന്ന ബീജഗണിത രൂപം 3n ആണ്. ഇനി 7, 14, 21, 28 etc. ആണെങ്കിൽ ഇതിന്റെ ബീജഗണിത രൂപം 7n ആണ്. സമയം കളയേണ്ടതില്ല. അപ്പം 7, 4, 21, 28 is a sequence and we know that it is a sequence of multiples of 7. So we can write the algebra of the sequence as xn equal to 7n. ഇത് 7ന്റെ ഗുണിതങ്ങളുടെ ശ്രേണിയാണ്. അപ്പോൾ 7ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ 7 7, 7 2 14, 7 3 21, 7 4 28, 7 5 35, 7 6 42, 7 49 എന്നിങ്ങനെ ആയതുകൊണ്ട് അതിൻ്റെ ഓൾജിബ്ര 7 × n 7n. ബീജഗണിത രൂപം 7n ആണ്. അടുത്ത ഉദാഹരണം. ഇനി ഇങ്ങനെ നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 7n-ന്റെ ശ്രേണി. ഇപ്പൊ നമുക്ക് ഇതിനകത്തൊരു 10ാം പദം കാണുമെന്ന് വിചാരിച്ചോ. അപ്പം ഇത് 7, 7, 4, 21, 28. ഒരിക്കൽ കൂടി ആ പോയിന്റ് പറയാം. 7, 14, 21, 28 etc. എന്ന് പറയുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം 7n എന്ന് ഞാൻ പറഞ്ഞു. ഇതിന് എന്തിനാ ഈ ബീജരൂപം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. എന്താണ് ഓൾജിബ്രയുടെ ഉപയോഗം, അല്ലെങ്കിൽ ബീജഗണിത രൂപം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സമാന ശ്രേണിയിൽ? ഇതാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഓൾജിബ്ര, ഒരു ശ്രേണിയുടെ ഓൾജിബ്ര തന്നാൽ നമുക്ക് ഏത് സ്ഥാനത്തെ പദവും കാണാം. ഉദാഹരണത്തിന് 7ന്റെ മൾട്ടിപ്പിൾസിനെ സൂചിപ്പിക്കുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം ഓൾജിബ്ര എന്ന് പറയുന്നത് 7n ആണ്. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ 7ന്റെ ഗുണിതം കാണാൻ, അപ്പം x 10 സമം 7 × 10 70. ഈ ശ്രേണിയിലെ 10ാമത്തെ പദം അല്ലെങ്കിൽ 7ന്റെ 10ാമത്തെ ഗുണിതം 70 എന്ന് കിട്ടും. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബീജഗണിത രൂപം നമ്മൾ ഉപയോഗിക്കുക. അടുത്ത എക്സാമ്പിൾ മറ്റൊരു ശ്രേണി നോക്കാം. 4ാമത്തെ ഉദാഹരണം 1, 4, 9, 16 etc. ആണെങ്കിൽ നമ്മൾ ഈ ശ്രേണിയെ കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ശ്രേണി എന്ന് പറയുന്നത് പൂർണ്ണവർഗങ്ങളുടെ ശ്രേണിയാണ്. NL സംഖ്യകളുടെ വർഗങ്ങളെ സൂചിപ്പിക്കുന്ന ശ്രേണിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. 1ന്റെ വർഗം 1, 2ന്റെ വർഗം 4, 3ന്റെ വർഗം 9, 4ന്റെ വർഗം 16, 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. ഇവിടെ ഒന്നും കൂടുതൽ വിഷയം ഒരു ആവശ്യമില്ല. ഈ എഴുതിയിരിക്കുന്ന സംഖ്യകളെല്ലാം NL സംഖ്യകളുടെ വർഗങ്ങളാണ്. ഇറ്റ് ഈസ് ദ സ്ക്വയേഴ്സ് ഓഫ് ദി നാച്ചുറൽ നമ്പേഴ്സ്. അതുകൊണ്ട് നാച്ചുറൽ നമ്പർ സൂചിപ്പിക്കുന്ന ബീജഗണിത രൂപം അല്ലെങ്കിൽ അക്ഷരം n ആയതുകൊണ്ട് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് n² ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തെ ഉദാഹരണത്തിന് 10ാം പദം ഏതായിരിക്കും? ഈ ശ്രേണിയിലെ 10th ടേം എന്ന് പറഞ്ഞാൽ x 10 എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ ആണ്. ഹിയർ നമുക്ക് 10ാം പദം കാണണമെങ്കിൽ n² സ്ഥാനത്ത് 10 സ്ക്വയർ കൊടുക്കുക. അപ്പൊ 100 ആണ്. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാൻ പറഞ്ഞാൽ ബീജഗണിത രൂപം എഴുതിയാൽ മതി. ഞാൻ ബീജഗണിത രൂപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് സൂചിപ്പിക്കാനാണ് ഈ പോയിന്റ് കൂടെ പറഞ്ഞത്. x10 കാണാൻ 10ാം പദം, ഈ ശ്രേണിയിലെ 10ാമത്തെ സംഖ്യയിലെ 10ാമത്തെ പദം 10th ടേം എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ ആണ്, 100 ആണ്. അടുത്ത എക്സാമ്പിൾ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ പറയാം. മറ്റൊരു എക്സാമ്പിൾ, ഉദാഹരണത്തിന് മറ്റൊരു ശ്രേണി നോക്കുക. ഉദാഹരണത്തിന് 1, 1.5, 2, 2.5. ഒരു ഭിന്നക രൂപം പറഞ്ഞു. കമ്പാരിറ്റീവ്ലി അല്പം ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ. ഇവിടെ നമ്മൾ 1, 1.5, 2, 2.5 എന്ന് പറയുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം നിങ്ങൾക്ക് എഴുതാൻ പറഞ്ഞാൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോമൊക്കെ എഴുതാൻ 2-3 പേജിന് ശേഷം സൂത്രവാക്യം ഉണ്ട്. 2 സൂത്രവാക്യം, 2-3 സൂത്രവാക്യം ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അവിടെ കണക്കുണ്ട് ഒക്കെ പറയാം. പക്ഷെ ഇവിടെ നമ്മൾ ഈ ചാപ്റ്റർ ബേസിക് പോയിന്റ് ആണ് ഓൾജിബ്രായിക് സീക്വൻസ്. അതായത് പൊതുവായ ഏതെങ്കിലും സീക്വൻസ് വന്നാൽ നമ്മൾ എങ്ങനെ അതിൻ്റെ ഓൾജിബ്ര സൂത്രവാക്യം ഇല്ലാതെ ആ ടേംസിൻ്റെ പ്രത്യേകം നോക്കിക്കൊണ്ട് കണ്ടുപിടിക്കുന്ന കാര്യമാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. സൂത്രവാക്യം പിന്നീട് വരും, അപ്പോൾ അത് ഉപയോഗിച്ചും ചെയ്യാം. അപ്പോൾ ഈ ശ്രേണി, ഇതിന് നമുക്ക് ഈ ശ്രേണി ക്യാൻ ബി റിട്ടൺ ആസ് 1, 3/2, 2, 5/2 എന്ന് എഴുതി. ഇനി കുറച്ചുകൂടി നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഇത് 2 ആണ് ഡിനോമിനേറ്റർ. അപ്പൊ എല്ലാത്തിനെയും 2 ഡിനോമിനേറ്റർ മാറ്റുമ്പോൾ 1നെ 2/2 എന്നാക്കാം. ശ്രദ്ധിക്കുക, 1ന് ഡിനോമിനേറ്റർ ചെയ്ത് 2 എഴുതുമ്പോൾ 2/2, 2 കൊണ്ട് 1ന് ഗുണിച്ച് ന്യൂമറേറ്റർ എഴുതണം. നിയമമൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 2/2 ആണ് 1. അപ്പൊ 2/2, 3/2, അതോടൊപ്പം തന്നെ 2ന് 4/2, അപ്പൊ 5/2. ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ അറിയണം. ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂത്രവാക്യം ഒക്കെ ഉണ്ട് 2-3 പേജിന് ശേഷം, അത് ഉപയോഗിച്ചും കാണാം. അത് കാര്യം വേറെ. അപ്പൊ 2/2, 3/2, 4/2, 5/2 എക്സിട്ര, 2/2, 3/2, 4/2, 5/2 എക്സിട്ര. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, 2, 3, 4, 5 ആണ് ഈ സീക്വൻസിന്റെ പദങ്ങളുടെ ന്യൂമറേറ്റർ. ഈ സീക്വൻസിൽ ഓരോ പദവും ഭിന്നക രൂപമാണ്. ആ ഭിന്നക രൂപം ഫ്രാക്ഷണൽ ഫോമാണ്. അതിന് ന്യൂമറേറ്റർ 2, 3, 4, 5 എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ വലിയ എണ്ണൽ സംഖ്യകൾ ക്രമത്തിൽ എഴുതിയിരിക്കുന്നു. ഓൾ ദ നാച്ചുറൽ നമ്പർ 1 ഗ്രേറ്റർ ദാൻ 1. ഫസ്റ്റ് നാച്ചുറൽ നമ്പർ, ഒന്നിനേക്കാൾ ഒന്ന് കൂടി വരുന്ന ആ എണ്ണൽ സംഖ്യയുടെ ക്രമത്തിലാണ് നാച്ചുറൽ നമ്പർ. അപ്പൊ നാച്ചുറൽ നമ്പർ n ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ n എന്ന് പറഞ്ഞാൽ 1, 2, 3 ക്രമത്തിലാണ്. n 1ൽ തുടങ്ങണം. അപ്പൊ n 1 ആണെങ്കിൽ ആദ്യ പദത്തിന്റെ അംശം 1, 1, 2 ആണ്. ഡിവൈഡഡ് ബൈ 2 ആണ്. എഴുതുന്നത് ശ്രദ്ധിക്കുക, ഇവിടെ ഒന്നിനേക്കാൾ 1 കൂടി വരുന്ന എണ്ണൽ സംഖ്യയുടെ ക്രമമാണ്. എണ്ണൽ സംഖ്യ 1 നമ്മൾ എന്നായിട്ട് സൂചിപ്പിച്ചാൽ 2 കിട്ടാൻ 1 അധികം 1 2 ആണ്. അടുത്ത് 2ാം പദം കിട്ടാൻ 2, 1, 3. 3ാം പദം കിട്ടാൻ 3, 1, 4. അപ്പൊ ഓരോ പദത്തിനോടുകൂടി ആ പൊസിഷനോടുകൂടി അതിനോടുകൂടി 1 കൂട്ടുമ്പോൾ ആ പൊസിഷനുള്ള ന്യൂമറേറ്റർ കിട്ടും. അപ്പം ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം n+1/2 ആണ്. ഇനി അപ്പൊ ഇതിനകത്ത് 10ാം പദം എത്രയായിരിക്കും? 10 + 1/2, 11/2, 5/2. 20ാം പദം എത്രയായിരിക്കും? ഉദാഹരണത്തിന് ഈ ശ്രേണിയുടെ 20ാം പദമാണ് കാണേണ്ടത് വിചാരിക്കുക. 20ാം പദമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 20 + 1/2 ആണ്. 21/2 എന്ന് പറഞ്ഞാൽ 10.5. ഈ ശ്രേണിയുടെ 20ാം പദം 10.5 ഞാൻ ബീജരൂപം എഴുതിയാൽ മതി. ഇനി ബീജരൂപം വെച്ചുകൊണ്ട് 20th ടേം കാണാൻ ആവശ്യപ്പെട്ടാൽ കാണേണ്ട വീതം ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അടുത്ത എക്സാമ്പിൾ, ഇനി അടുത്ത പോയിന്റ് നമുക്ക് വേണമെങ്കിൽ എക്സസൈസ് പേജ് നമ്പർ, അടുത്ത പേജിലെ പുസ്തകത്തിൽ എക്സസൈസ് പറയാം. പേജ് നമ്പർ 14, ക്വസ്റ്റ്യൻ നമ്പർ 1. പേജ് നമ്പർ 14 നിങ്ങൾ പുസ്തകം തുറന്നു വെച്ചിട്ട് വേണം കണക്കിൻ്റെ ക്ലാസ് ശ്രദ്ധിക്കാനും അതോടൊപ്പം തന്നെ മനസ്സിലാക്കാനും. അപ്പോൾ നിങ്ങൾക്ക് ആ കണക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. ടെക്സ്റ്റ് ബുക്ക്
നിങ്ങൾ തുറന്നു വയ്ക്കുക. പേജ് നമ്പർ 14, 15 കണക്കാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ദയവായി നിങ്ങളെല്ലാവരും നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചിട്ട് ക്ലാസ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം ഒന്നും എഴുതാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആൻസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ് ദ algebraic expression for each of the sequence below. Sequence of odd numbers. Sequence of odd numbers. Sequence of natural number which leave remainder 1 or division by 3. The sequence of natural numbers ending in 1. The sequence of natural number ending in 1 or 6. ഓക്കെ, ഇത്തരം ശ്രേണികളെ കുറിച്ച് ഈ എക്സസൈസ് 14ാമത്തെ പേജിലുള്ള ഫസ്റ്റ് എക്സസൈസിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ജസ്റ്റ് ആ സീക്വൻസ് നമ്മൾ മുൻ എക്സസൈസ് സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഓൾജിബ്രായിക് ഫോമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നമ്മൾ സീക്വൻസ് എഴുതിയിട്ട് വേണം ഓൾജിബ്രായിക് ഫോം എഴുതാൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിനകത്ത് സബ് ക്വസ്റ്റ്യൻ നമ്പർ 1, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഈ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് നമ്മൾ എഴുതിയതാണ്, നേരത്തെ സീക്വൻസ് എഴുതിയതാണ്. ഇപ്പം അതിൻ്റെ ഓൾജിബ്രായിക് ഫോമാണ് എഴുതുന്നത്. ഓഡ് നമ്പർ സീക്വൻസ് 1, 3, 5, 7 എക്സെട്ര ആണ്. സീക്വൻസ് യു ഹാവ് ഓൾറെഡി റിട്ടൺ. ഇനി സീക്വൻസ് ഇല്ലാതെ ഓൾജിബ്രായിക് ഫോം കാണാൻ പറ്റാത്തതുകൊണ്ടാണ് സീക്വൻസ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് 2-3 രീതിയിൽ കാണാം. 2-3 രീതി എന്ന് പറയുന്നത്, ഒന്നിനോട് 2 ഇങ്ങനെ കൂട്ടി പോയിരിക്കുന്നു. ഒന്നിനോട് ഒരു പ്രാവശ്യം 2 കൂട്ടുമ്പോൾ 2ാമത് കിട്ടും, 2 പ്രാവശ്യം 2 കൂട്ടും 3ാമത് കിട്ടും, 3 പ്രാവശ്യം 2 കൂട്ടും 7ാമത് 4ാമത് കിട്ടും. അങ്ങനെ. അല്ലെങ്കിൽ ഇവിടെ ഒരു എളുപ്പമടി പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു സൂത്രവാക്യമുണ്ട്. സൂത്രവാക്യം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ശ്രേണിയിലെ ഓരോ പദവും നമ്മുടെ ഓൾജിബ്രായിക് ഫോം എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ n ഉപയോഗിച്ച് എഴുതുന്ന ഓൾജിബ്രായിക് ഫോമിൽ എന്നിന് പകരം 1, 2, 3 വിലയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ എന്നും നമ്മുടെ ഈ ശ്രേണിയിലെ പദവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ എന്താണ് നമ്മൾ സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം 1, 3, 5, 7. ഇത് നമുക്കറിയാം ഇരട്ട സംഖ്യയേക്കാൾ 1 കുറവാണ്. ഇരട്ട സംഖ്യ സൂചിപ്പിക്കുന്ന ശ്രേണി എന്ന് പറയുന്നത് 2n ആണ്. ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾസ് ഓഫ് 3. 3ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി 3n ആണ്. 4ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി 4n ആണ്. മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണെങ്കിൽ 5n ആണ്. അപ്പം മൾട്ടിപ്പിൾസ് ഓഫ് 2ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി അല്ലെങ്കിൽ ദ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യയുടെ ശ്രേണി 2n ആണ്. അത്രയും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഓരോ ഇരട്ട സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കും. ആദ്യത്തെ ഇരട്ട സംഖ്യ 2ൽ നിന്ന് 1 പോയ 1, അടുത്ത ഇരട്ട സംഖ്യ 4ൽ നിന്ന് 1 പോയ 3, അടുത്ത ഇരട്ട സംഖ്യ 6ൽ നിന്ന് 1 പോയ 3, 6ൽ നിന്ന് 1 പോയ 5. അപ്പൊ ഇരട്ട സംഖ്യയുടെ ശ്രേണി എന്ന് പറയുന്നത് 2n ആണ്. അതിൽ നിന്ന് 1 കുറയ്ക്കുക. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു, ഒരു സ്റ്റെപ്പ് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇരട്ട സംഖ്യകളുടെ ശ്രേണിയെ സൂചിപ്പിക്കുന്ന ബീജഗണിത രൂപം എന്ന് പറയുന്നത് 2n ആണെന്ന് ഓർക്കുക. ഞാൻ നേരത്തെ മൾട്ടിപ്പിൾസ് 3ന്റെ മൾട്ടിപ്പിൾ 3n, 4ന്റെ മൾട്ടിപ്പിൾ 4n, 5ന്റെ മൾട്ടിപ്പിൾ 5n, 7ന്റെ മൾട്ടിപ്പിൾസ് 7n എന്ന് പറഞ്ഞു. അപ്പൊ 2ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഇരട്ട സംഖ്യകൾ. ഇരട്ട സംഖ്യയുടെ ശ്രേണിയുടെ ബീജഗണിത രൂപം 2n ആണ്. അപ്പം ഇരട്ട സംഖ്യയിൽ നിന്ന് ഓരോ ഇരട്ട സംഖ്യയിൽ നിന്നും 1 കുറച്ചാൽ നമുക്ക് ഒറ്റ സംഖ്യ കിട്ടും. അപ്പൊ 2n - 1 ആണ് ഇരട്ട സംഖ്യകളുടെ ഒറ്റ സംഖ്യയുടെ ശ്രേണി. ശ്രദ്ധിക്കുക. ഇതല്ലെങ്കിൽ 2ന് 1 കൊണ്ട് ഗുണിച്ചു 1, 2ൽ നിന്ന് 1 പോയ 1, 2ന് 2 കൊണ്ട് ഗുണിച്ചു 4ൽ നിന്ന് 1 പോയ 3. അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാനെങ്കിൽ എളുപ്പം പെട്ടെന്ന് കിട്ടി 2n - 1 ആണ്. ഇനി അടുത്ത 2ാമത്തെ ചോദ്യം. ഇനി ഇത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. 10ാമത്തെ ഒറ്റ സംഖ്യ എത്രയായിരിക്കും? ഇവിടെ 10ാമത്തെ ഒറ്റ സംഖ്യ 2 × 10 - 1 20 - 19 ആണ്. ശ്രദ്ധിക്കുക. 10ാമത്തെ ഒറ്റ സംഖ്യ എത്രയെന്ന് ചോദിച്ചാൽ ഈ പോയിന്റിൽ നിന്നും എന്നിന്റെ സ്ഥാനത്ത് 10 കൊടുത്താൽ മതി. ഇവിടെ എക്സസൈസിൽ ആ ചോദ്യമില്ല. നിങ്ങൾക്കിനി 10ാമത്തെ ഒറ്റ സംഖ്യ കാണണമെങ്കിൽ 2 × 10 കുറയ്ക്കണം 1, 20 - 1 19. ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ഓൾജിബ്രായിക് ഫോം ബീജഗണിത രൂപം എന്ത് ടൈം തന്നിട്ട് നിങ്ങളോട് ചോദിക്കാണ് ഇനി 1, 3, 5, 7 എന്നൊന്നും നിങ്ങളോട് ബീജഗണിത രൂപം ചോദിച്ചിട്ടില്ല. യു നീഡ് നോട്ട് റൈറ്റ് ഡൗൺ ദി ഓൾജിബ്രായിക് ഫോം. ആ ചോദ്യത്തിലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നു 10ാമത്തെ ഒറ്റ സംഖ്യ എത്ര, 25ാമത്തെ ഒറ്റ സംഖ്യ എത്ര, 50ാമത്തെ ഒറ്റ സംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ ആദ്യം നിങ്ങൾ ബീജഗണിത രൂപം കാണണം. ബീജഗണിത രൂപം കിട്ടിയതിന് ശേഷം ഓൾജിബ്രായിക് ഫോം കണ്ടതിന് ശേഷം എന്നിന്റെ സ്ഥാനത്ത് എത്രാമത്തെ ഒറ്റ സംഖ്യയാണോ കാണേണ്ടത് ആ സംഖ്യ കൊടുക്കുക. 25ാമത്തെ ഒറ്റ സംഖ്യ ആണെങ്കിൽ
എന്നിന് സ്ഥാനത്ത് 25 കൊടുക്കുക. അപ്പൊ 25 2 50 കുറയ്ക്കണമെന്ന് 49. 25ാമത്തെ ഒറ്റ സംഖ്യ 49 അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ആ പോയിന്റ് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, ഞാനിപ്പോൾ കൂടുതലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത സീക്വൻസ് നാച്ചുറൽ വെച്ച് ലീവ് റിമൈൻഡർ 1 on division by 3. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. ചോദ്യം ഞാൻ എഴുതില്ല, നിങ്ങൾ ചോദ്യം എഴുതിയതിന് ശേഷം വേണം ഉത്തരം എഴുതാൻ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ആ സീക്വൻസ് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ് റിമൈൻഡർ 1 on division by 3. 1 കൊണ്ട് ഹരിക്കും 3 കൊണ്ട് ഹരിക്കും ശിഷ്ടം 1 വരുന്ന ശ്രേണി നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 1 ഞാനത് പറഞ്ഞു എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ശ്രേണി എഴുതാൻ പറഞ്ഞാൽ 1-ൽ തുടങ്ങുക, ഒന്നും ആലോചിക്കണ്ട. 1 പിന്നെ 3 കൂട്ടി കൂട്ടി പോകുക, വളരെ നിസ്സാരമാണ്. നിങ്ങൾ അവിടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ശിഷ്ടവും നോക്കേണ്ട ആവശ്യമില്ല. 3 കൊണ്ട് ഹരിക്കൽ 1 ശിഷ്ടം വരിക എന്ന് പറഞ്ഞാൽ when on dividing by 3 if we have to get the remainder 1, the sequence starting with 1 and 3 is repeatedly added. 1 3 4 3 7 3 10 3 13 16 19 അങ്ങനെ അങ്ങ് പോകും. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 3 തുടർച്ചയായി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എളുപ്പവഴി ഞാൻ പറഞ്ഞു തരുന്നത്, പലരും കാണാനകത്ത് ഏറ്റവും എളുപ്പവഴി, ചുമ്മാ 1 സെക്കൻഡ് കൊണ്ട് ഉത്തരം എഴുതുന്ന മാർഗം നിങ്ങൾ ചിന്തിക്കുക. നമുക്കറിയാം 3ന്റെ ഗുണിതങ്ങൾ ഏതാ? 3 6 9 12 ആണ് 3ന്റെ മൾട്ടിപ്പിൾസ്. ആ 3ന്റെ മൾട്ടിപ്പിൾ നിന്ന് 2 കുറയ്ക്കുക. 3 ന്ന് 2 പോയ 1, 6 ന്ന് 2 പോയ 4, 9 ന്ന് 2 പോയ 7, 12 ന്ന് 2 പോയാൽ 10. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 2 3 4, ഇവിടെ 1 2 3 4 രണ്ട് സീക്വൻസിലെയും ടേംസ് നോക്കുക. അപ്പൊ 3ന്റെ മൾട്ടിപ്പിളിൽ നിന്നും 2 കുറച്ചാൽ ഈ തന്നിരിക്കുന്ന ശ്രേണിയിൽ ഓരോ പദവും കിട്ടും. If you subtract 2 from each term of the sequence of multiple of 3, we get each term of the sequence of the given sequence, അല്ലെങ്കിൽ the sequence which leave remainder 1 on division by 3. അപ്പൊ 3ന്റെ മൾട്ടിപ്പിളിലെ ഓരോ 10 2 കുറച്ചു കഴിഞ്ഞാൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ശ്രേണിയിൽ ഓരോ പദവും കിട്ടുന്നു എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഈ സീക്വൻസ് 3n - 2 ആണ്. ശ്രദ്ധിക്കുക, ഒരു സ്റ്റെപ്പും വേണ്ട, ഒന്നും വേണ്ട. 3ന്റെ ഗുണിതം 2 കുറച്ചാൽ ഈ ഓരോ പദം കിട്ടാം. 3ന്റെ ഗുണിതം 3n ആണ്. നിങ്ങൾ ഓർക്കണേ, 3ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി മൾട്ടിപ്പിൾ 3 എന്ന് പറയുന്നത് 3n ആണ്. അപ്പൊ 3n - 2 ആണ് ഈ ശ്രേണി. അടുത്ത പോയിന്റ്, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1, 1-ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി. അപ്പോൾ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സീക്വൻസ് എന്ന് പറയുന്നത് 1-ൽ അവസാനിക്കുന്ന സീക്വൻസ് ഈസ്, സീക്വൻസ് എന്ന് പറയുന്നത് 1 11 21 31 എക്സെട്ര. ശ്രദ്ധിക്കുക, ഇവിടെ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നു. നിങ്ങൾ ഓർക്കുക, ഇവിടെ 10 കൂടി കൂടി പോവുകയാണ്. അത് ചിന്തിക്കുക. ഇപ്പൊ 10ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. 10ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി 10n ആണ്. 10ന്റെ ഗുണിതങ്ങൾ 10 20 30 40 എക്സെട്ര ആണ് 10ന്റെ ഗുണിതങ്ങൾ. അപ്പൊ 10ന്റെ ഗുണിതങ്ങളുടെ ശ്രേണിയുടെ ഓൾജിബ്രായിക് ഫോം 10n ആണ്. ഇനി 10 ന്ന് 9 കുറയ്ക്കുമ്പോൾ 1, 20 ന്ന് 9 കുറയ്ക്കുമ്പോൾ 11, 30 ന്ന് 9 21, 40 ന്ന് 9 കുറയ്ക്കുമ്പോൾ 31. അപ്പൊ 10ന്റെ ഗുണിതങ്ങളിൽ നിന്ന് 9 കുറച്ചാൽ മതി. 10ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി 10n ആണ്. അപ്പം 10n എന്ന് പറയുന്നതാണ് 10ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ ശ്രേണിയിൽ ഓരോ പദം കിട്ടും. അപ്പോൾ ഓൾജിബ്രായിക് ഫോം 10n - 9 ആണ്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അടുത്ത സീക്വൻസ് നാച്ചുറൽ എൻഡിങ് ഇൻ 1 or 6. അപ്പൊ ആ സീക്വൻസ് എങ്ങനെ എഴുതാം? 1 6 തുടങ്ങിയ സംഖ്യയിൽ അവസാനിക്കുന്ന ശ്രേണി 1 6 12 12 നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഓൾജിബ്രായിക് ഫോം ബീജഗണിത രൂപം എങ്ങനെ എഴുതുന്നത്? ശ്രദ്ധിക്കുക, ഇത് 5ന്റെ ഗുണിതങ്ങൾ നോക്കുക. 5 10 15 20 ആണ് 5ന്റെ ഗുണിതങ്ങൾ. അപ്പൊ 5ന്റെ ഗുണിതങ്ങളുടെ ബീജരൂപം നേരത്തെ പറഞ്ഞിരുന്നു 5n ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 5n 5ന്റെ ഗുണിതം നോക്കുക. 5 ന്ന് 4 പോയ 1, 10 4 പോയ 6, 15 4 പോയ 11, 20 4 പോയ 16. അപ്പൊ നമ്മൾ ഓരോ 5ന്റെ ഗുണിതം നിന്നും 4 മൈനസ് ചെയ്യുമ്പോൾ ഈ സീക്വൻസിൽ ഓരോ ടേം കിട്ടും. അപ്പൊ 5ന്റെ ഗുണിതം സീക്വൻസ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ അതിന്റെ ഓൾജിബ്ര 5n, അതിൽ നിന്ന് 4 മൈനസ് ചെയ്യുക. അപ്പൊ 5n - 4 എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിൽ ഓരോ പദം കിട്ടും. അപ്പൊ ഈ സീക്വൻസ് ഓൾജിബ്രായിക് ഫോം 5n - 4 ആണ്. ഓക്കെ മക്കളെ,
നമ്മളിപ്പോൾ തൽക്കാലം ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾ ശരിക്കും നോട്ട് ടെക്സ്റ്റ് ബുക്ക് അടക്കം വെച്ചുകൊണ്ട് ക്ലാസ് മനസ്സിലാക്കുക. ഞാൻ തരുന്ന ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങൾ ലിങ്ക് അയച്ചു തരുമ്പോൾ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് കാണും. ഇനി സമയം കളയുന്നതിൽ 10ാം ക്ലാസ്സിലെ പാഠങ്ങളൊക്കെ പല ആദ്യത്തെ ക്ലാസ് ഗവൺമെൻറ് ക്ലാസ്സൊക്കെ നേരത്തെ കുറേ ആയിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ അതിൻ്റെ ഒപ്പത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ മൂവ് ചെയ്യുന്നത്. എല്ലാ പോയിന്റും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. എല്ലാ കണക്ക് ബോക്സിലെ എല്ലാ പേജിലെ എല്ലാ പോയിന്റ്സും ഡീറ്റെയിൽ നമ്മൾ പറയുന്നു. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ അടക്കം പറയുന്നു. മക്കളെല്ലാവരും ക്ലാസ് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലെ കുട്ടികളോട് പറയുക. നിങ്ങൾ പെട്ടെന്ന് എല്ലാവരും ക്ലാസ് ഫോളോ ചെയ്യും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.